അങ്ങനെ കരഞ്ഞു വിളിച്ച് ബഹളവും പട്ടിഷോയും നടത്തിയതിന് ഫലമുണ്ടായി. തക്കാളിപ്പെട്ടിക്ക് ഗോദറേജിന്റെ പൂട്ട് നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇനി ഇയാളുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. കണ്ടോ, പിള്ളേർ ഒരു സൈഡിൽ നിന്ന് അവരുടെ പ്രതിഷേധം ഉണ്ടല്ലോ. ഉടനെ ഇയാൾ കാറ് നിർത്തിപ്പിച്ച് പിള്ളേരുടെ അടുത്തേക്ക് ഓടി വരുന്നു, കയ്യോങ്ങി അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഇയാൾ എൻ്റെ വണ്ടിയിൽ ആക്രമിച്ച് എന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണെന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഇയാളുടെ ഐഡിയ കൊള്ളാം. പിള്ളേരെ കയറി പ്രകോപിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കണം, എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കിയേ, എന്നെ ആക്രമിക്കുക എന്നൊക്കെ മോങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതാണ് പ്ലാൻ. ഇനി രാജ്ഭവനിലിരിക്കുന്ന ഈ തക്കാളിപ്പെട്ടി കാണിച്ചു കൂട്ടുന്ന കുന്തളിപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇടുക്കി ജനതയുടെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമം പോലും ഒപ്പിടാതെ കട്ടിലിൻ്റെ അടിയിൽ വച്ചിരിക്കുകയാണ് ഇയാൾ ഒപ്പിട്ട് നിയമമാകേണ്ട ഒട്ടുമിക്ക എല്ലാ ബില്ലുകളും ആ കട്ടിലിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ചെയ്യേണ്ട ജോലി ചെയ്യാതെ ബാക്കി വള്ളിക്കെട്ടുകളെല്ലാം ഈ ഗീർവാണം ഗവർണർ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ തക്കാളിപ്പെട്ടിയിലെ തമ്പാക്കാൻ സംഘീവൽക്കരണം നടത്താൻ നിൽക്കുമ്പം അതിന് പിന്തുണമായി കോൺഗ്രസും കേശുവും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിനെ കട്ടയ്ക്കെതിർത്ത് വിദ്യാർത്ഥി പ്രതിഷേധത്തിൻ്റെ നേതൃത്വമായി നിൽക്കുന്നത് SFI പിള്ളേരാണ്. കരിങ്കൊടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു പ്രതിഷേധ രീതി തന്നെയാണല്ലോ. ബില്ലിൽ ഒപ്പിടുക എന്നതിന് പുറമെ ഇയാൾ ചെയ്യേണ്ട മറ്റൊരു പണിയാണ് സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നടത്തുക എന്നത്. എന്നാൽ ഇയാൾ അത് വായിക്കാൻ വയ്യ. 78 സെക്കൻഡ് കൊണ്ട് അതിലെ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് ആരെ മൈൻഡാക്കാതെ ഇയാൾ നിയമസഭയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അതായത് ഇയാൾ ചെയ്യേണ്ട പണി ഒന്നും ഇയാൾ ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ഇയാൾ ചെയ്യുന്നുണ്ട്. പായിട്ട് റോഡിലിരിക്കുക, പിള്ളേരുടെ പ്രതിഷേധ ബാനർ കീറണം എന്ന് പറഞ്ഞ് നിൽക്കുക, അവരെ അടിക്കാൻ കയ്യോങ്ങുക. സത്യത്തിൽ ഈ മുതൽ ഇനി തിന്നും പൊടിച്ച് നടക്കാനുള്ള പണം സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. 80 ലക്ഷം രൂപയുടെ ബെൻസ് കാറ് തന്നെ വേണം, പല്ല് ക്ലീൻ ചെയ്യാൻ രാജ്ഭവനിൽ തന്നെ ഡെൻ്റൽ ക്ലിനിക്ക് വേണം, എല്ലാ ദിവസവും പാളയം മാർക്കറ്റിൽ നിന്ന് മട്ടൺ വേണം, എന്നാൽ വർഷത്തിൽ 280 ദിവസമെങ്കിലും ഗവർണർ ഇവിടെ വേണം എന്നുള്ള വൈപ്പുണ്ടല്ലോ. ഒരു 150 ദിവസം പോലും ഇയാൾ ഇവിടെ കാണൂല. കേരളത്തിലെ ജനങ്ങളുടെ പൈസയിൽ കറങ്ങി നടക്കുക, തിന്നുക. ഇതാണ് ഈ ഗീർവാണത്തിൻ്റെ മെയിൻ പരിപാടി. എന്തിനാണ് ഉപയോഗമില്ലാത്ത ഒരു പേട്ട് വാഴയ്ക്ക് ഇതുപോലെ കേരള സർക്കാർ വളം വയ്ക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉപയോഗമില്ലാത്ത ഒരു പേട്ട് വാഴയ്ക്ക് വളം കൊടുക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ കേരളത്തിന് തരാനുള്ള പണം ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിലും ഈ തക്കാളിപ്പെട്ടി ചോദിച്ച ഉടനെ തന്നെ ഗോദ്രേജിൻ്റെ പൂട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും